വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് കടല വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാനാണ്. അപ്പോൾ അര കപ്പ് കടല എടുത്തിട്ട് അത് കുക്കറിൽ വേവിച്ച് അത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 ഉരുളൻകിഴങ്ങ് കുക്കറിൽ വേവിച്ച് അതും വെച്ചിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ കടലമാവ് നമുക്ക് വേണം. ഈ കടല മിക്സിയിൽ അടിക്കണം. ഞാൻ കടല മിക്സിയിൽ നന്നായി അടിച്ച് വെച്ചു. വെള്ളം അധികം കൂട്ടാൻ പാടില്ല. 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വേണം കടല അടിക്കാനായിട്ട്. അതുപോലെ ഉരുളൻകിഴങ്ങ് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പത്ത് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ സവാള ഇടും. ഒരു 10 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. നേരിയതായിട്ടൊന്ന് ഫ്രൈ ആവണം. നമ്മുടെ സവാള ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതിൽ കുറച്ച് വേപ്പിൻ്റെ ഇട്ടുണ്ട്. നമ്മളതിൽ ചേർക്കേണ്ടത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളകുപൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ലേശം ഉപ്പിടാം. ഇപ്പോൾ കടല വേവിച്ചപ്പോഴും ഉരുളൻകിഴങ്ങ് വേവിച്ചപ്പോഴും ഞാൻ ഉപ്പിട്ടുണ്ട്. ഈ സവാളയിലേക്ക് കൂടിയിട്ടാണ് ഈ ഉപ്പിട്ടാണ്. നമ്മൾ ചെല്ലുന്നത് സ്റ്റവ് ഓഫ് ആക്കാം. എന്നിട്ട് നമ്മൾ ആക്കി വെച്ച കടല ഇതിലിടുക. പിന്നെ ഉരുളൻകിഴങ്ങ്, പിന്നെ കടലമാവും കൂടി ഇതിൽ ചേർക്കണം കേട്ടോ. ഇതൊന്ന് മിക്സ് ആക്കാം. പിന്നെ കടലമാവ് ചേർക്കണം. പിന്നെ കടലമാവ് ഒരു 5 സ്പൂൺ അതുകൂടി ചേർത്താം. നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴക്കണം. ഇപ്പം നല്ല ചൂടുണ്ട്. ഇത് നല്ലോണം തണുത്തിട്ട് ഞാൻ കൈ കൊണ്ട് കുഴക്കട്ടെ. മിക്സിയിലടിച്ച കൂട്ടും എല്ലാതും കടലമാവ് അതുപോലെ ഉരുളൻകിഴങ്ങ് എല്ലാതും കൂട്ടിയിട്ട് കുഴച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ അത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ കൂട്ട് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ വീത്തിൻ്റെ. അപ്പോൾ നമ്മൾ കുറച്ച് മൈദമാവ് എടുക്കുക. ഒരു 4 സ്പൂൺ മൈദമാവ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് വയ്ക്കുക. എന്നിട്ട് ഈ നമ്മൾ ഷേപ്പാക്കി വെച്ച സ്നാക്ക് അതിൽ മുക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഓയിലിടുക. പിന്നെ കടല മിക്സിയിൽ അടിക്കുമ്പോൾ ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിക്കാനേ പാടുള്ളൂ. അധികം വെള്ളം കൂടാനായിട്ട് പാടില്ല കേട്ടോ.
അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോവും, ഉറച്ചിരിക്കില്ല. അപ്പോൾ ഞാനെടുത്ത സ്നാക്കൊക്കെ ഇപ്പോൾ ഓയിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭാഗം ഏതാണ്ട് മുരിഞ്ഞൊടുങ്ങി. അത് പിന്നെ മറിച്ചിടണം. പിന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. ഉരുളക്കിഴങ്ങും കടലമാവും ഒക്കെ അല്ലേ ഉപയോഗിക്കണേ, കടലയും. അപ്പോൾ കുട്ടികൾക്ക് ഇത് കൊടുത്താൽ നല്ലോണം ഇഷ്ടപ്പെടും. ഇത് സോസ് കൂട്ടിയിട്ട് കഴിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കത്. ഒരു ഭാഗം മുരിഞ്ഞു. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ മറിച്ചിടാം. ഇത് പൊട്ടാണ്ട് കിട്ടുന്നുണ്ട്. കബാബ് നന്നായിട്ട് ഫ്രൈ ആയി. അത് ഞാൻ എടുക്കാൻ പോവാം. കടല കൊണ്ട് ഉണ്ടാക്കിയ കബാബ് തയ്യാറായി. അപ്പോൾ നിങ്ങളെൻ്റെ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് വയ്ക്കോളാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് വയ്ക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.